ചരിത്ര പ്രാധാന്യമുള്ള കോഴിക്കോട് നഗരം നമുക്ക് നടന്നു കണ്ടല്ലോ. ആദ്യം നമ്മളെ മാനാഞ്ചിറ സ്ക്വയർ, ഇത് സാമൂതിരി ഉണ്ടാക്കിയതാണെന്നല്ല, ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയതാണെന്നും. ആ ഒരു മാനാഞ്ചിറ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്ക് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ മാനാഞ്ചിറ സ്ക്വയർ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഒരുപാട് പേര് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്പോട്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് നേരെ മിഠായി തെരുവിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ SK സ്ക്വയർ എന്നറിയപ്പെടുന്ന SK പൊറ്റക്കാടിൻ്റെ ഒരു സ്മാരകം പോലെ സംരക്ഷിച്ചു പോരുന്ന ഒരു ഭാഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ കഥകളിലെ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. SK പൊറ്റക്കാടിൻ്റെ ഒരു പ്രതിമ ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്, മിഠായി തെരുവിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. ഇതെന്താണ് ഈ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നത് വെച്ചാൽ, യൂറോപ്യന്മാർ പണ്ട് ഹൽവയ്ക്ക് പറഞ്ഞിരുന്ന പേര് സ്വീറ്റ് മീറ്റ് എന്നാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവർ പണ്ട് കാലത്ത് ഇവിടെ ഹൽവ വെക്കുന്ന ഷോപ്പുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന പേരാണെന്ന് പറയപ്പെടുന്നു. ഇപ്പം പക്ഷേ കുറേ തുണിക്കടകളും മറ്റുമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, നിലത്തൊക്കെ കല്ലൊക്കെ പാകി ലൈറ്റൊക്കെ സ്ഥാപിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ഏറ്റവും വലിയൊരു ബിസിനസ് നടക്കുന്ന തുണിക്കച്ചവടം അങ്ങനത്തെ ഒക്കെ നടക്കുന്ന സ്പോട്ടാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഖാദി എംപോറിയം ഉണ്ട്, പബ്ലിക് ലൈബ്രറി ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് നടന്ന് കണ്ടിട്ട് അങ്ങനെ പോകുമ്പോൾ നമ്മളെ കോഴിക്കോടിൻ്റെ എന്താ പറയുക ഒരു വ്യാപാര മേഖലയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നുണ്ട്. ശരിക്കും പഴയകാല കോഴിക്കോടിലേക്ക് പോകാൻ കുറേ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ റെയിൽവേ ഗേറ്റ് വഴി കടന്നാൽ നമ്മൾ കോട്ട് റോഡ് വഴി ബീച്ച് ഭാഗത്തേക്ക് പോകാം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി കാണാം. സെൻട്രൽ മാർക്കറ്റ് വരുന്നുണ്ട്, നമ്മളെ മാതൃഭൂമിൻ്റെ ഓഫീസ് വരുന്നുണ്ട്, ബിഗ് ബസാർ വെല്യങ്ങാടി വരുന്നുണ്ട്, കുറ്റിച്ചിറ വരുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാം. ഉണ്ടല്ലോ 22 lakh. ആ കാണുന്ന ബിൽഡിങ്ങിലാട്ടോ നമ്മുടെ മാതൃഭൂമി പത്രമൊക്കെ വരുന്നില്ല, അതിൻ്റെ ഓഫീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ. പിന്നെ അതിൻ്റെ പുറകിലാണ് സെൻട്രൽ മാർക്കറ്റൊക്കെ. നമുക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പോയാൽ നമ്മളെ കോഴിക്കോടിൻ്റെ കോഴിക്കോടൻ ബിരിയാണിക്ക് വളരെ ഫേമസ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ പ്രശസ്തമായ ഒരു ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. വേറെ എവിടെയല്ല, നമ്മളെ കോഴിക്കോട് റഹ്മത്ത് ഹോട്ടൽ കേട്ടോ. അല്ലോ, നല്ല കോഴിക്കോടൻ ബിരിയാണി അത് കഴിക്കാത്ത ധാരാളം ആളുകൾ വരുന്നൊരു സ്പോട്ട്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മളെ വാഹനങ്ങളുടെയൊക്കെ പുളി മാർക്കറ്റ്, നമ്മളിവിടെ കൊട്ടാന്ന് പറയും, ആ കാഴ്ചകൾ കാണാം. നമ്മളെ എന്താ പറയുക പഴയ വാഹനങ്ങളൊക്കെ പൊളിക്കൂലേ, അതിൻ്റെ ഒരു വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഒരു കാണാനുള്ളൊരു കാഴ്ച തന്നെയാണ് അതൊക്കെ. അപ്പം അതൊക്കെ കണ്ടങ്ങനെ നടക്കാം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ ഇനി വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ സെൻട്രൽ മാർക്കറ്റ് കാണാൻ പോകാൻ ബീച്ചിലേക്ക് വേണമെങ്കിലൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം റെയിൽവേ സ്റ്റേഷൻ വഴി നമ്മൾ തളി അമ്പലമൊക്കെ സ്ഥിതി ചെയ്യുന്നൊരു ഭാഗമുണ്ട്, നമ്മൾ പാളയം, ആ ഭാഗത്തേക്ക് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പാളയം പച്ചക്കറി മാർക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പുറകുഭാഗം കേട്ടോ. ആ ഒരു ചെറിയ പാലം അങ്ങോട്ട് കടന്ന് അങ്ങോട്ട് നടക്കാനുള്ള കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നാൽ നമ്മളെ തളി ക്ഷേത്രം പാളയം ഭാഗത്തേക്ക് എത്തും. ഇതാണ് നമ്മളെ ശരിക്കും ഇത് പറയുന്നത് ഈ പരശുരാമൻ സൃഷ്ടിച്ച അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതാണെന്നൊക്കെയാണ് നമ്മളെ ചരിത്രത്തിൽ പറയുന്നത്. നമ്മുടെ പഴയ സാമൂതിരി രേവതി പട്ടത്താനൊക്കെ നടക്കുന്ന ആ ഒരു ഏരിയ ആണിത് കേട്ടോ. അങ്ങനത്തെ കുറേ കഥകൾ കോഴിക്കോടിൻ്റെ എന്താ പറയുക രേവതി പട്ടത്താനത്തെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാരുണ്ടാവല്ലോ, അതൊക്കെ പണ്ട് നടന്നിരുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് വളരെയധികം നവീകരിച്ച് കുറേ ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കിയെടുത്ത് നല്ലൊരു സംരക്ഷിച്ച് വരുന്നൊരു സ്ഥലം തന്നെ ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട് തളി ക്ഷേത്രം അതിൻ്റെ പരിസരം കണ്ടില്ലേ, നല്ല വൃത്തി. ആ കുളവും പിന്നെ വേറെ അമ്പലങ്ങളൊക്കെ ഉള്ളൊരു അമ്പലങ്ങളൊക്കെ ഒരു ഏരിയ ആണ് ഈ ഭാഗം. കുറേ പേര് ഫോട്ടോഷൂട്ടിനൊക്കെ ഇങ്ങനെ വരുന്നൊരു സ്പോട്ട്. പിന്നെ കുറേ ചരിത്ര, ഇപ്പം നേരത്തെ പറയാം രേവതി പട്ടത്താനം, അങ്ങനത്തെ കുറേ ചരിത്ര കാര്യങ്ങളൊക്കെ ഇവിടെ ചുമരിലൊക്കെ ആലേഖനം ചെയ്തു വെച്ച് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്ന ഒരു സ്പോട്ട്. നമുക്ക് കുറേ നേരം വെറുതെ വന്ന് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ. അവിടുന്ന് നേരെ നമുക്ക് തളി ക്ഷേത്ര റോഡ് വഴി നമുക്ക് പാളയം വരെ ഒന്ന് പോവാം കേട്ടോ, പച്ചക്കറി മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ പൂജാ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വരുന്ന ഒരു സ്പോട്ട്. മെയിനായിട്ട് അതാണ് ഈ ഒരു ചെറിയ തളി അമ്പലത്തിലേക്ക് പാളയത്തിനിടയിലുള്ള റോഡാണിത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒക്കെയാണ്. പിന്നെ
1-2 വെജിറ്റേറിയൻ ഹോട്ടൽസ്, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉള്ള ഒരു റോഡ്. ഓക്കെ, പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ സദ്യക്ക് വാഴയുടെ ഇലയൊക്കെ വാങ്ങാനൊക്കെ വരുന്ന ഒരു ചെറിയ റോഡാണ് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെ പോയാലും നമ്മൾ പാളയം പച്ചക്കറി മാർക്കറ്റ്. അപ്പം നമുക്ക് നേരെ പാളയം പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകട്ടോ. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ കോഴിക്കോട് എത്രമാത്രം അടിപൊളിയായിരുന്നു ചിന്തിച്ചു പോലെ. ഇപ്പം എങ്ങനെയാണെങ്കിൽ പണ്ടൊരു വ്യാപാര മേഖലയിൽ അല്ലേ. അപ്പോൾ നമുക്ക് പച്ചക്കറി മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകൾ അങ്ങനെ നടന്ന് കാണാം. ഇവിടെ പ്രധാനമായിട്ടും പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് മറ്റൊക്കെ വരുന്ന പച്ചക്കറി ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സ്പോട്ടാട്ടോ. മെയിനായിട്ട് ഈ ഒരു സമയത്തൊക്കെ ഈ ഹോട്ടലുകാർ, ഷോപ്പുകാരൊക്കെ, ചെറിയ ഷോപ്പുകാരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് സാധനം ഹോൾസെയിലായിട്ട് എടുക്കുന്ന ഒരു സമയത്താണ് നമ്മൾ എത്തിയത്. അതിൻ്റെ ഒരു തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു രസമാണ് ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കാണാമെന്ന് പറയുന്നത്. മെയിനായിട്ട് പച്ചക്കറി, പഴവർഗ്ഗം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ വരിക കേട്ടോ. ഞങ്ങൾക്ക് ഈ വഴി അങ്ങനെ പുറത്തേക്ക് പോകട്ടോ. പാളയം ബസ് സ്റ്റാൻഡ്, കോഴിക്കോടത്തെ പഴയ ബസ് സ്റ്റാൻഡ് എന്നാണ് പാളയം ബസ് സ്റ്റാൻഡ് പറയുക. പിന്നെ ഇപ്പോൾ തിരക്കൊക്കെ കൂടിയപ്പം പിന്നെ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് വന്നു. അങ്ങനെ ഇത് പഴയ ബസ് സ്റ്റാൻഡ്, പാളയം ബസ് സ്റ്റാൻഡ്, പിന്നെ മറ്റേത് പുതിയ ബസ് സ്റ്റാൻഡ്, പിന്നെ LICൻ്റെ അവിടെ നമ്മളെ സിറ്റി ബസ്സൊക്കെ നിർത്തുന്ന ഒരു സ്പോട്ടോ. അങ്ങനെ 3 ബസ് സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് പാളയം ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് പുറത്തിറങ്ങി വീണ്ടും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയിട്ട് അങ്ങനെ കാണാം. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് കൂടെ തന്നെ എങ്ങനെ പോവാട്ടോ. വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ആ പാലം റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ഒരു പുറകു ബസ്സായിട്ട് വരും. അവിടെ കൂടെ നമ്മൾ നേരെ നടന്നാൽ നമുക്കിനി ബിഗ് ബസാർ, വെല്ലിയങ്ങാടി വഴി പോവാം. സെൻട്രൽ മാർക്കറ്റൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് സെൻട്രൽ മാർക്കറ്റ്. അതായത് എന്താ പറയുക, നേരത്തെ നമ്മൾ പാളയം കണ്ടത് പച്ചക്കറി മാർക്കറ്റ് ആണെങ്കിൽ ഇനി നമ്മൾ കോഴിക്കോടത്തെ മീൻ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഫിഷ് മാർക്കറ്റാണ് മെയിനെങ്കിലും ഇവിടെ കുറച്ച് പച്ചക്കറി ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതലായിട്ടും മീൻ കച്ചവടം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ, മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ അവിടെ മീനുണ്ട്, ചിക്കനുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു സ്പോട്ട്. അപ്പോൾ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ മീൻ കച്ചവടം നടക്കുന്ന ഒരു സ്പോട്ട്. ഹാർബർ ഒന്നുമല്ല, മീൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്തുന്ന ഒരു രീതി.
ഇതൊക്കെ നമുക്ക് വീട്ടിലേക്കൊക്കെ വാങ്ങുന്ന റീറ്റെയിൽ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി ഉള്ളിലേക്ക് ചെന്നാൽ ഫിഷ് കട്ടിങ്ങും വലിയ മീനുകളൊക്കെ നമുക്ക് കണ്ടിട്ട് അങ്ങനെ നടക്കാം. ഇതൊക്കെ ഇപ്പം നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ എന്താ പറയുക പുതിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് മീൻ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു. പുറകുവശത്തായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടുള്ള അങ്ങനത്തെ പരിപാടികളൊക്കെ അതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാം. ഇവിടെയാണ് വലിയ മീനുകളൊക്കെ വരിക. എന്താ പറയുക വലിയ വലിയ വണ്ടികളൊക്കെ വന്നിട്ട് പുറത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ അതൊക്കെ ഈ ഭാഗത്താണ് വരിക. പിന്നെ ഇവിടെ ഹോട്ടലുകളിൽ മീൻ കട്ടിങ്ങോ വലിയ പുലർച്ചെ വരണം, ഒരുപാട് കാണാം. ഇപ്പം ശരിക്കും കഴിഞ്ഞ് മീൻ കച്ചവടത്തിൻ്റെ അവസാന സമയമാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എത്താൻ നേരം വൈകിയ കൊണ്ടാണ്. എന്നാലും കുറച്ച് മീനുകളൊക്കെ നമുക്ക് കാണാം. സെൻട്രൽ മാർക്കറ്റ് നമ്മൾ മീനെന്ന് പറയുമെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ സാധനവും കിട്ടും. ഇതല്ല നമ്മളെ കോഴിപ്പാട്സ്, ഇതൊക്കെ രാവിലെ വന്നാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കോഴിപ്പാട്സ് മാത്രമല്ല, കോഴീൻ്റെ ഒരു ഏരിയ തന്നെ വേറെ അപ്പുറത്തുണ്ട്. പിന്നെ നമ്മളെ ബീഫ് വേണമെങ്കിൽ ബീഫ്, മട്ടൻ വേണമെങ്കിൽ മട്ടൻ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടുന്ന നമുക്ക് എന്താ പറയുക ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത. ആ കാഴ്ചകളൊക്കെ കണ്ട് ഫിഷ് കട്ടിങ്ങിൻ്റെ ഏരിയ കൂടെയൊക്കെ നമുക്ക് പുറകോട്ട് നടന്നാൽ നമ്മളെ ചിക്കൻ വിൽക്കുന്ന ഭാഗത്തേക്ക് പോകും. അത് കുറേ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. അവിടെ ചിക്കൻ മാർക്കറ്റ് ആണെങ്കിൽ പറയാം. ഇവിടെ മെയിനായിട്ട് കോഴി അധികം രാവിലെ തന്നെ ഹോട്ടലുകളിലേക്കും കാറ്ററിങ്ങിലേക്കൊക്കെ ഉള്ള ഹോൾസെയിലായിട്ട് ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ പുറകിലായിട്ടാണ് ഉണക്കമീൻ മാർക്കറ്റും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് എന്താ പറയുക ഏത് ടൈപ്പ് ഉണക്കമീൻ വേണേലും നമുക്ക് കിട്ടുന്ന ഒരു ഭാഗം. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടുന്ന് വാങ്ങിപ്പോകുന്നതാണ്. ഈ കാഴ്ചകളും കണ്ട് നേരെ പുറത്തെങ്കിൽ ഒരു 5 മിനിറ്റ് നടന്നാൽ നമ്മുടെ വലിയങ്ങാടിയിലെത്തി കേട്ടോ. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെ കേട്ടോ. കോഴിക്കോടിൻ്റെ വ്യാപാര സ്ഥിരാകേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു വ്യാപാര സ്ഥിരകേന്ദ്രം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോഴിക്കോട് അന്നൊക്കെ എന്താണ് സ്ഥിതി. ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ട്. നമ്മൾ പണ്ട് വാസ്കോഡഗാമയൊക്കെ വന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അന്നേ ഒരു വ്യാപാര ഏരിയ, പല വ്യഞ്ജനങ്ങളും അങ്ങനത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. ഇപ്പോഴും അത് പുറത്തുനിന്നൊക്കെ വലിയ വണ്ടികളൊക്കെ വന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം ഓരോ ദിവസവും നടക്കുന്ന ഒരു ഏരിയ ആയിട്ട് നല്ലൊരു സുഖമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് കാണാൻ. ഏകദേശം ഒരു 1-2 കിലോമീറ്ററോളം ദൂരം. ഇപ്പോൾ ഒരു 5-6 വർഷമൊക്കെ ആയിട്ട് മേൽക്കൂരൊക്കെ പണിഞ്ഞ് നവീകരിച്ച് സെറ്റാക്കി എടുക്കുക. കാരണം അത്രയും ആൾക്കാർ പണിയെടുക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുനടക്കുന്നുണ്ട്. ഒരുപാട് ചെറിയ ഇടറോഡുകളും മറ്റുമൊക്കെ ആയിട്ട് വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥലം തന്നെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ റോഡുകളൊക്കെ അങ്ങോട്ടും ആ റോഡുകളൊക്കെ വേറെ ഓരോ ചെറിയ ചെറിയ ബിസിനസ്സുകൾ, നമ്മുടെ ഗണ്ണി സ്ട്രീറ്റ് ചാക്കുകളൊക്കെ വിൽക്കുന്ന സ്പോട്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ വഴികളൊക്കെ ഇതിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് നടന്ന് കാണാൻ തന്നെ ഉണ്ട് ശരിക്കുള്ള കോഴിക്കോട് എന്ന് പറഞ്ഞാൽ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ നിലനിർത്തി, അല്ലാണ്ട് പുതിയ ബിൽഡിങ്ങുകളൊന്നുമില്ല. ഇതൊക്കെ ശരിക്കും ആലോചിച്ചൊക്കെ പണ്ട് കാലത്തേയുള്ള ആ ബിൽഡിങ്ങുകളും ആ ചെറിയ ഇടവഴികളും ഒക്കെ ആയിട്ട് ആ ഒരു തനിമ, പാരമ്പര്യത്തിൻ്റെ തനിമയും കൂടി നിലനിർത്തി പോരുന്ന ഒരു പഴയകാല കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ.
ഇനി നമുക്ക് ഈ ചെറിയ റോഡിന് അങ്ങോട്ട് കയറിയാൽ നമ്മുടെ കുറ്റിച്ചിറയ്ക്ക് എത്തും കേട്ടോ. അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ കുറ്റിച്ചിറയ്ക്ക് പോകാം. ഒരു ഏകദേശം 1 കിലോമീറ്റർ 5 മിനിറ്റ് നടക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ലൈനിലൊക്കെ ചെറിയ ചെറിയ ഒരുപാട് പഴയ ഷോപ്പുകളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് അങ്ങനെ നടന്ന് പോവാം. ഇത് കണ്ടില്ലേ നമ്മളെ പുകയില കച്ചവടം പണ്ടേ ഉള്ളൊരു ഷോപ്പാണ്. പുകയിലല്ലേ, അത് ഹോൾസെയിലായിട്ട് വരുന്ന ഒരു ഷോപ്പ്. പുകയില പുളിയൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളത്. ഈ കാണുന്ന ബേക്കറിയൊക്കെ 100 വർഷം അങ്ങനെയൊക്കെ പഴക്കമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ. അതാണ് നമ്മൾ കോഴിക്കോടിൻ്റെ പൈതൃകം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഭാഗമാണ് ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഈ ഒരു ഏരിയ വരുന്നത്. ഇവിടുത്തെ ഒരു ഹോട്ടലൊക്കെ കാണിച്ചു 1939 മറ്റോ ഉള്ള ഹോട്ടലുകൾ, അതൊക്കെ ഉള്ള ഒരു വളരെ ഫേമസ് ആണ് ആ ഹോട്ടലൊക്കെ. അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് അങ്ങനെ നടക്കുന്നത്. ഈ ചെറിയൊരു വഴിക്ക് അങ്ങോട്ട് കയറിയാൽ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, ഇടയിലെ ഹോട്ടൽ എന്ന് പറയും കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടൽ. ഇനി നേരെ മുന്നോട്ട് കാണുന്നതാണ് നമ്മുടെ കുറ്റിച്ചിറ എന്ന് പറയുന്ന സ്ഥലം. മെയിനായിട്ട് ഈ ഒരു കുളവും അതിന് ചുറ്റുപാടുള്ളൊരു സംസ്കാരം. ഇത് ശരിക്കും പറയുന്ന യമനി മുസ്ലിം സംസ്കാരവും കേരളീയ സംസ്കാരവും കൂടിച്ചേർന്ന കുറ്റിച്ചിറ എന്ന് പറയും. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹോട്ടലുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പ്രധാന ആകർഷണം ഈ 2 ഏക്കറിലോളം പരന്നു കിടക്കുന്ന ഈ ഒരു കുളം തന്നെയാണ് കേട്ടോ. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുളം. ഇപ്പം അത് നവീകരിച്ച് കുറേ കാര്യങ്ങൾ അതിൻ്റെ ചുറ്റും ആലേഖനമൊക്കെ ചെയ്ത് ഒരു സാംസ്കാരിക സംഗമമൊക്കെ നടക്കുന്ന ഒരു ചെറിയ സ്പോട്ട്. ഈ വാസ്കോഡ ഗാമയുടെ സന്ദർശനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ആലേഖനം ചെയ്തു വെച്ചത് കേട്ടോ. ധാരാളം ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ ഒത്തുചേരുന്ന ഒരു സ്പോട്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു അത്ഭുതമാണ് കുറച്ച് മുന്നോട്ട് നടന്നാൽ കാണുന്ന മിസ്കാൽ പള്ളി എന്ന് പറയുന്നത്. 4 നിലകളിലായി പണിതീർത്തിരിക്കുന്ന ഒരു മുസ്ലിം ദേവാലയമാണ് മിസ്കാൽ പള്ളി. ഇത് ശരിക്കും മിനാരങ്ങളൊന്നുമില്ലാത്ത പഴയ ഒരു ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ച ദേവാലയം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മുടെ പഴയ കേരളീയ സംസ്കാരം എന്ന് പറയാം. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിച്ചിരുന്ന ഒരു കേരളം. അതാണ് കോഴിക്കോട് കാണുന്നത്. അവിടുന്ന് നമുക്ക് നേരെ പുറത്തേക്ക് പോയാൽ നമ്മുടെ ബീച്ച് ഭാഗത്തേക്ക് എത്തിയാൽ പഴയ പാണ്ഡ്യാല, തേങ്ങാ പാണ്ഡ്യാല എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തി. ഇപ്പോൾ അവിടെ കൊട്ടത്തേങ്ങേൻ്റെ പരിപാടിക്ക് വളരെ ക്ഷയിച്ചൊരു ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് കോഴിക്കോടിൻ്റെ ബീച്ചിലേക്ക് പോകാം. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകണം. ശരിക്കും കോഴിക്കോടത്തെ ബീച്ച് തന്നെ ഒരുപാട് ഏരിയ ഉണ്ട്. നമുക്ക് ഒരു 10 കിലോമീറ്ററോളം പരന്ന് കിടക്കുന്ന ഒരു ഭാഗം തന്നെയാണത്. ശരിക്കും എല്ലാ ഭാഗവും ഇപ്പോഴും അത് ഉപയോഗിച്ചില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ വൈകുന്നേരങ്ങളിൽ വന്ന് വിശ്രമിക്കാനും കാഴ്ചകൾ കാണാനൊക്കെ വന്നിരിക്കാനും ഇപ്പം നന്നായിട്ട് എന്താ പറയുക വൃത്തിയാക്കി ഇരിപ്പിടങ്ങളും അതൊക്കെ ആയിട്ട് ഒന്ന് നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. ഒരുപാട് പുതിയ നിർമ്മാണങ്ങളും ഒക്കെ നടക്കുന്നവരുണ്ട്. ഇത് ഈ ഭാഗം ഇവിടെ പുതിയ തട്ടുകട, ഒരു ഫുഡ് സ്ട്രീറ്റൊക്കെ വരാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തട്ടുകടയൊക്കെ ഇപ്പം നമ്മൾ ബീച്ച് ഏരിയയിലേക്ക് ഇറക്കി വെച്ചത്. കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല സെറ്റൊക്കെ റീഅറേഞ്ച് ചെയ്ത് നല്ലൊരു കാഴ്ചയായി മാറും കേട്ടോ. വൈകുന്നേരം വന്നാൽ ഇവിടെ തട്ടുകടയിൽ കയറി ചായ കുടിക്കുക, ബീച്ച് കളിക്കുക, കടലിൽ കളിക്കുക, ഇതൊക്കെ തന്നെ അല്ലാണ്ട് വേറെന്ത് പരിപാടിയില്ലേ. ബീച്ചിൽ വന്നാൽ ഒരു ഐസ് വരുത്തി അല്ലെങ്കിൽ ഒരു ഉപ്പിലിട്ടത് അങ്ങനത്തെ ഒക്കെ കഴിക്കുക, അതൊക്കെ തന്നെയാണ് ഒരു രസം. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഭാഗമാണ്, ബീച്ചിൻ്റെ ഒരു ഭാഗമാണ്
ഈ കാണുന്നത് കേട്ടോ, നമ്മുടെ വലിയ ഓപ്പൺ സ്റ്റേജ്. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കൺസ്ട്രക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതേപോലെ വീഡിയോസ് ഇനിയും വരാനുണ്ട്, എല്ലാവരും കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ.